508 509 പേരുടെ ഒരു റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരെ കൊണ്ട് മർദ്ദിക്കുന്നവരെ പിന്നെ സർവീസിൽ കാണില്ല. അവർ നിരപരാധികളായിരുന്നു. പക്ഷേ അവർ ജയിലിൽ ആ പോലീസിൻ്റെ കുറ്റച്ചാർജ് വന്നപ്പോൾ അവരെ ശിക്ഷിച്ചു. പണം ഉണ്ടാക്കാൻ ഒരു വേദിയായിട്ടോ അല്ലെങ്കിൽ മനുഷ്യനെ മർദ്ദിക്കുന്ന ഒരു ഏജൻസി ആയിട്ടോ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണി വരുന്നുണ്ട്. അത് ഈ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച കൊണ്ടാണ്. അതൊരു മർഡർ തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. പോലീസ് ടോർച്ചർ കൊണ്ട് മരിച്ചതാണ്. അത്രയും ക്വിക്കായിട്ടൊരു നടപടി ആ കേസിലുണ്ടായി. അതുപോലെ ഇവിടെ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഒരു സസ്പെൻഷനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പോലീസിനോടും ഗവൺമെൻറ്റിനോടും പുച്ഛം തോന്നും. ഒരു ബ്ലാക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ IPS ഉദ്യോഗസ്ഥനായാലും IAS ഉദ്യോഗസ്ഥനായാലും ശരി, അവരെ പിരിച്ചുവിടാനുള്ള നടപടി ഉണ്ട്. പോലീസ് സ്റ്റേഷനിലെ മർദ്ദനവും കള്ളക്കേസ് ചമക്കലും ഗുരുതര ഭവിഷ്യത്തുള്ള കുറ്റമാക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. അതായത് സ്റ്റേഷനിലെ മർദ്ദനവും കള്ളക്കേസ് ചമക്കലും പോലുള്ള കേസുകളിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജോലി നഷ്ടപ്പെടുക മാത്രമല്ല, ഭീമമായ നഷ്ടപരിഹാരം സ്വന്തം കയ്യിൽ നിന്ന് നൽകേണ്ടതായും വരും. അത്തരം നടപടിയിലേക്കാണ് ആഭ്യന്തര വകുപ്പും സർക്കാരും നീങ്ങുന്നത്. പോലീസുകാരുടെ വീഴ്ച മൂലമുണ്ടാകുന്ന നഷ്ടപരിഹാരം ഇതേവരെ സർക്കാരായിരുന്നു നൽകിയിരുന്നത്. അത്തരത്തിലുള്ള വിധിയാണ് കോടതിയിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർ നേരിട്ട് പങ്കാളികളാകുന്ന തെറ്റുകളിൽ പരമാവധി ശിക്ഷയായ പിരിച്ചുവിടലിലേക്ക് ആഭ്യന്തര വകുപ്പ് നീങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം സർക്കാർ നൽകേണ്ട നഷ്ടപരിഹാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടിയും ആരംഭിച്ചു. ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. സാറേ, ഇത് എത്രത്തോളം നല്ല നടപടിയാണ്? പോലീസുകാർക്ക് പേടി വരുമോ ഇനിയെങ്കിലും? സർക്കാരിൻ്റെ തീരുമാനം വളരെ ഉചിതമായ ഒരു തീരുമാനം. അത് നടപ്പാക്കണം. അത് നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് വളരെ മെച്ചമായ ഒരു പോലീസിനെ നമുക്ക് ലഭിക്കും. കാരണം പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരെ കൊണ്ട് മർദ്ദിക്കുന്നവരെ പിന്നെ സർവീസിൽ കാണില്ല. അതിനുള്ള നിയമ നടപടിയും അതിനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയും എടുത്തു കഴിഞ്ഞാൽ വളരെയധികം മാറ്റം ഇതിനകത്ത്. അങ്ങനെ എടുക്കാനുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ ഇപ്പം ഈ ഒരു നടപടിയിലേക്ക് പോകുന്നത്. അപ്പം മർദ്ദനത്തിന് ആർക്കും ഒരു മർദ്ദനം ഏൽക്കാത്ത ഒരു പോലീസ് സ്റ്റേഷൻ തന്നെയായിരിക്കണം. രണ്ടാമത്, കള്ളക്കേസ് എടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പണം വാങ്ങിച്ചിട്ട് മറ്റുള്ളവരുടെ പേരിൽ അനാവശ്യമായ കള്ളക്കേസ് എടുത്ത് പല കേസുകൾ, സിവിൽ കേസും ക്രിമിനൽ കേസും ഒക്കെ ആയിട്ട് വർഷങ്ങളോളം നീട്ടാനുള്ള ഒരു സംവിധാനത്തോടുകൂടി ഇതുപോലെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ തീർച്ചയായിട്ടും സർവീസ് വെച്ചുകൊണ്ടിരിക്കാനുമില്ല. അവരുടെ പേരിൽ കളവായിട്ടും തെറ്റായിട്ടും അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും എന്ന് ഹൈക്കോടതി പറഞ്ഞതിന് ശേഷം കേരളത്തിൽ പല സ്ഥലത്തും ഇതുപോലെ നിരപരാധികളെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാം, മലപ്പുറത്ത് എവിടെയോ എൻ്റെ ഒരു ഓർമ്മ, അവിടുത്തെ ഒരു കേസിനകത്ത് അവിടെ ഒരു ഒരു മാർക്സിസ്റ്റ് അവിടെ ഒരു മാർക്സിസ്റ്റുകാരനെ കൊന്നത്. അപ്പം മാർക്സിസ്റ്റുകാരെ കൊന്നല്ല, ഒരു BJPയുടെ RSSകാരനെ കൊന്നു. അവരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കത്തില്ലല്ലോ. അവർ അന്നത്തെ കാലഘട്ടത്തിൽ അത് മാർക്സിസ്റ്റുകാരാണ് എന്ന് കരുതി അവിടുത്തെ 9 മാർക്സിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്തു. അവർ നിരപരാധികളായിരുന്നു. പക്ഷേ അവർ ജയിലിൽ ആ പോലീസിൻ്റെ കുറ്റച്ചാർജ് വന്നപ്പോൾ അവരെ ശിക്ഷിച്ചു. ആ ശിക്ഷിച്ചതിൽ ഒരാൾ ജയിലിൽ കിടന്ന് മരിച്ചു. അതേസമയത്ത് 9 പേരിൽ 4 പേരെ ശിക്ഷിച്ചു, ബാക്കി 5 പേരെ വെറുതെ വിട്ടിരുന്നു. ആ 4 പേരിൽ ഒരാൾ മരിച്ചു, ബാക്കി 3 പേരും അവരെ പിന്നീട് അതൊരു റീഇൻവെസ്റ്റിഗേഷൻ ഹൈക്കോടതി ഒരു ഓർഡർ ഇട്ടപ്പം ഈ BJP RSSകാരെ കൊന്നത് ഈ മാർക്സിസ്റ്റുകാരല്ല, അവിടെ NDFൻ്റെ അല്ലെങ്കിൽ തീവ്ര മുസ്ലിം ലീഗിൽ പെട്ട 4-5 പേരായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്തു. അവരെ ഹൈക്കോടതിയുടെ റീഇൻവെസ്റ്റിഗേഷൻ ഉത്തരവ് വന്നു. അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ശിക്ഷിച്ചു. ഈ നിരപരാധികളെ വെറുതെ വിട്ടു. പക്ഷേ അവർ 6-7 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു. അതിന് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ആ ഓർഡറിൻ്റെ ബേസിൽ സർക്കാർ കോമ്പൻസേഷൻ കൊടുക്കാൻ സർക്കാർ തയ്യാറായില്ല. തെറ്റായിട്ടൊരു അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് കുറ്റക്കാർ, സർക്കാരല്ല എന്ന് നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് കഴിയും. കാരണം അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു പാഠം തന്നെയാണ്. ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കിക്കോളൂ. തെറ്റായിട്ട് ഒരാളെ ശിക്ഷിപ്പിച്ചു വെച്ചാൽ നിങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ആ ഉദ്യോഗസ്ഥരെല്ലാം പെൻഷനായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ പെൻഷനായാലും ശരി, അവരെ പെൻഷൻ എമൗണ്ടിൽ നിന്ന് പിടിച്ചു കൊടുക്കണം എന്ന് ആണ് സർക്കാർ തീരുമാനമെടുത്തത്. നല്ല തീരുമാനം. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വിചാരിച്ചോണം, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ജനങ്ങൾ മുഴുവൻ വാച്ച് ചെയ്യുന്നുണ്ട്, സർക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള പണം ഉണ്ടാക്കാൻ ഒരു വേദിയായിട്ടോ അല്ലെങ്കിൽ മനുഷ്യനെ മർദ്ദിക്കുന്ന ഒരു ഏജൻസി ആയിട്ടോ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണി വരുന്നുണ്ട്. ഇനി CCTV ദൃശ്യത്തിൻ്റെ പുറത്ത് നിങ്ങളെ തീർച്ചയായിട്ടും പൊതുജനങ്ങൾ നിങ്ങളെതിരായിട്ട് അതിശക്തമായ നടപടി ഉണ്ടാവും. ഈ
വേദന അനുഭവിച്ച് ധാരാളം പേര് അവർ പല രീതിയിലും നീങ്ങിയിട്ട് നടപടിയില്ലാതെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഇപ്പോഴത്തെ ഈ സംഭവത്തോടു കൂടി പുതിയതായിട്ട് പരാതി കൊടുത്ത് നടപടിയിലേക്ക് നീങ്ങണം. ഗവൺമെൻറ്റിലും കൊടുക്കാം, പോലീസ് സ്റ്റേഷനിലും കൊടുക്കാം, കോടതിയിലും കൊടുക്കാം. ആ രീതിയിൽ മുന്നോട്ട് പോട്ടെ. നമുക്ക് ഇതിനൊരു അറുതി വരുത്താനും കുറേയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പോലീസിനെ മോചിപ്പിച്ചു കൊണ്ടുപോയി നല്ല പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പോലീസായിട്ട് മാറ്റിയെടുക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കേരള പോലീസ് സേനയിൽ നിന്ന് 2016 ജൂൺ മുതൽ ഈ മാസം വരെ 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യൻ പോലീസിന്റെ നടപടികൾ കാണുമ്പോൾ കൂടുതൽ പോലീസുകാരുടെ പണി പോകാനുള്ള സാധ്യതയുണ്ടോ? ഉറപ്പായിട്ടും പോവും. കാരണം ഈ സർക്കാർ അല്ലാതെ വേറൊരു സർക്കാരും പിരിച്ചുവിട്ടാലും എനിക്കറിയില്ല. ഇതിനകത്ത് 508, 509 പേരുടെ ഒരു റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. കാരണം പൊതുജനങ്ങളോടും മോശമായി പെരുമാറി അവരെ മർദ്ദിക്കുകയും കൈക്കൂലി വാങ്ങുകയും ചെയ്ത് ബാഡായിട്ടുള്ള കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. 509 പേരുടെ ഉണ്ട്. അതിനകത്ത് എൻ്റെ എനിക്ക് 108 പേരെ പിരിച്ചുവിട്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 22 പേരെ പിരിച്ചുവിട്ടാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് എല്ലാ ഗസറ്റർ റാങ്കിലുള്ളവരെയും പിരിച്ചുവിട്ടു. USമാരെ 2 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതുപോലെ ചില സർക്കിൾ ഇൻസ്പെക്ടർമാരെ പിരിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു സർക്കാരിൻ്റെ ആ ഒരു തീരുമാനം നല്ലതാണ്. അത് മറ്റു പോലീസുകാർക്ക് ഒരു വാണിംഗ് ആണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള സർക്കാരിൻ്റെ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും മെച്ചമായ തീരുമാനമായിട്ട് ആണ് ഞാൻ കരുതുന്നത്. അതിനുള്ള നടപടി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. കുറേ പേരെ പിരിച്ചുവിട്ടാൻ ധൈര്യം കാണിച്ച സർക്കാരാണിത്. അതുകൊണ്ട് അത് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഏതായാലും അതുപോലെയുള്ള നടപടികൾ വരും എന്ന് മറ്റ് സർവീസിലുള്ളവർ മനസ്സിലാക്കിക്കോണം. നിങ്ങളുടെ ഓരോ നീക്കവും ഓരോ അടിയും ഇടിയും ഒക്കെ എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇപ്പം സർക്കാരിൻ്റെ കൂടെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ട് ഇരുന്നവർ ആലപ്പുഴ ഭാഗത്ത് ചെങ്ങന്നൂരോ അല്ലെങ്കിൽ തിരുവല്ല ഭാഗത്തോ ഇറങ്ങി 2 പേരെ അടിക്കുന്നത് നമ്മൾ കണ്ടു. അത് അവരുടെ ജോലിയല്ല. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അല്ലെങ്കിൽ പേഴ്സണൽ സെക്യൂരിറ്റിക്കാർ അദ്ദേഹത്തിൻ്റെ ജീവനും ആണ് സംരക്ഷണം കൊടുക്കേണ്ടത്. അതുമാത്രം നോക്കിയാൽ മതി. പുറത്തുള്ള ലോ ആൻഡ് ഓർഡറിൽ അവരിടപെടേണ്ട ആവശ്യമില്ല. അവർ 4-5 പേര് വടിയെടുത്ത് അടിക്കുന്ന ഒരു രംഗം ഇപ്പോഴും സജീവമായിട്ട് ചാനലിലും യൂട്യൂബിലും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ ഗൺമാനായാലും ആരായാലും ശരി അവർക്കെതിരായിട്ട് അതിശക്തമായ നടപടി എടുക്കണം. കാരണം അങ്ങനെയുള്ള ഗൺമാനെ മാറ്റിയിട്ട് പകരം വേറെ ഡിസിപ്ലിനുള്ള ഗൺമാന്മാരെ ആക്കുന്നതാണ് സർക്കാരിന് നല്ലത്. 2016 പിണറായി മുഖ്യമന്ത്രിയായ ശേഷം 1/2 ഡസനോളം കസ്റ്റഡി മരണങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. സാറിനറിയാമായിരിക്കും, എങ്കിലും ഒരിക്കൽ കൂടി ഞാനത് പറയാം. 2017 ജൂലൈ 18 വിനായകൻ എന്ന 18 വയസ്സ് മാത്രമുള്ള ദളിത് യുവാവ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചതിന് പിന്നാലെ ആത്മഹത്യ ചെയ്തത്. 2018 ഏപ്രിൽ 6 കസ്റ്റഡിയിലെടുത്ത വാരാപ്പുഴയിലെ ശ്രീജിത്ത് ലോക്കപ്പിൽ ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെടുന്നു. 2019 നിക്ഷേപ തട്ടിപ്പ് കേസിൽ ക്രൂരമായ മർദ്ദനമുറകൾക്ക് വിധേയനായ രാജ്കുമാർ ജൂൺ 21 സ്റ്റേഷനിൽ കുഴഞ്ഞു വീട് മരിച്ചു. 2020 അമ്പിളിക്കല ഹോസ്റ്റലിലെ കഞ്ചാവ് കേസ് പ്രതി ഷമീർ ക്രൂരമർദ്ദനത്തിന് ഇരയായി മരിച്ചു. 2022 ജൂലൈ 21 സജീവൻ സ്റ്റേഷൻ വളപ്പിൽ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു. 2023 ഓഗസ്റ്റ് 1 താമിർ ജിഫ്രി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മരിക്കുന്നു. ഇനി ഒരു കസ്റ്റഡി മരണം ഉണ്ടാകേണ്ട എങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ആഭ്യന്തര വകുപ്പ്? അല്ല, കേരളത്തിൽ ഏത് ഗവൺമെൻറ് വന്നാലും കസ്റ്റഡി മരണം വരും. അത് ഈ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച കൊണ്ടാണ്. പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരെയും വിളിച്ചിട്ട് അങ്ങ് മർദ്ദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വരുന്നവർക്ക് എന്തെങ്കിലും അസുഖമുള്ള മാരകമായ അസുഖമുള്ളവരാണെന്ന് ഇവർക്കറിയില്ലല്ലോ. അത് ചിന്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ വിളിച്ചവരെല്ലാം ചിലപ്പം കുഴഞ്ഞു വീണ് മരിച്ചെന്ന് വരാം. ചിലപ്പോൾ അതിനകത്ത് പോലീസിന് പങ്കുണ്ടായെന്നും വരില്ല. പക്ഷേ പോലീസിൻ്റെ നടപടി കൊണ്ടും മാനസികവും ശാരീരികമായ പീഡനം കൊണ്ടും അവർ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മർഡർ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷനും കസ്റ്റഡി ഡെത്തും ഒക്കെയാണത്. അപ്പോൾ അതുകൊണ്ട് അതിശക്തമായ നടപടി ഉണ്ടാവും. ഈ ഗവൺമെൻറ് വന്ന ശേഷം ഇതേ രീതിയിലുള്ള വളരെയധികം സംഭവങ്ങൾ നമുക്ക് വരാപ്പുഴ ഉൾപ്പെടെയുള്ള ധാരാളം പേര് പോലീസ് ടോർച്ചർ കൊണ്ട് മരിച്ചതാണ്. അവർക്കെതിരായിട്ടുള്ള അതിശക്തമായ നടപടി എടുക്കലേ പറ്റുള്ളൂ. അതിനകത്ത് വികലമായ അന്വേഷണ റിപ്പോർട്ട് കൊടുത്ത് അവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടത്തക്ക രീതിയിലുള്ള കുറ്റച്ചാർജ് കൊടുക്കുന്നത് ശരിയല്ല. കാരണം അത് കൃത്യമായ അന്വേഷണം, ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതാണ്. ആരോ ആയിക്കോട്ടെ, പോലീസ് കസ്റ്റഡി വെച്ചാണ് മരിച്ചത്, അതിനവർ സമാധാനം പറഞ്ഞേ പറ്റൂ. മാങ്ങ മോഷ്ടിച്ചതിന് ഒരു പോലീസുകാരനെ പിരിച്ചുവിട്ട കേരള പോലീസാണ് ഇപ്പോൾ സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചവരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇത് ശരിയാണോ?
ഇവരെ പിരിച്ചുവിടണമെന്നാണ് ജനവികാരം. അത് ചെയ്യേണ്ടേ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും അത് ചെയ്തേ പറ്റുള്ളൂ. കാരണം മാങ്ങാ പൊട്ടിച്ചവനെ അതൊരു മോഷണമാണ്, അത് ചെറിയ കാര്യമല്ല, അതുകൊണ്ട് അയാളെ റിമൂവ് ചെയ്തു. അത്രയും ക്വിക്കായിട്ടൊരു നടപടി ആ കേസിലുണ്ടായി. അതുപോലെ ഇവിടെ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഈ സുജിത്തിനെ അടിച്ചൊക്കെ നമ്മൾ CCTV ദൃശ്യത്തിൽ കണ്ടില്ലേ? അത് ഇനി ഒരു സസ്പെൻഷനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പോലീസിനോടും ഗവൺമെൻറ്റിനോടും പുച്ഛം തോന്നും. കാരണം അതല്ലല്ലോ അതിൻ്റെ ആവശ്യം. മാങ്ങാ പൊട്ടിച്ചവനെ പിരിച്ചു വിട്ടത് നമ്മൾ കണ്ടല്ലോ. അത് അതേപോലെ ഒരു നടപടി അതിശക്തമായ നടപടി. മനുഷ്യനെ മറ്റൊരു മാങ്ങാ മോഷണമല്ലേ ഉള്ളൂ. അയാൾ ആരും കാണാതെ കുറച്ച് മാങ്ങ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് CCTV കണ്ടപ്പോൾ തന്നെ ഒരു ബാഡ് എലിമെൻ്റാണ്, അയാളൊരു മോഷണ സ്വഭാവമുള്ള ആളാണ്. പക്ഷേ ഇവിടെ മനുഷ്യനെ കൊല്ലുന്ന, മനുഷ്യനെ മർദ്ദിക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ മാങ്ങാ മോഷണക്കാളും കൂടുതലും വേഗത്തിൽ അവിടെ നീതി നടപ്പാക്കണ്ടേ? സർക്കാർ എത്രയും പെട്ടെന്ന് സുജിത്തിൻ്റെ അവരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഈ അപ്പീലിൽ അവരെ സസ്പെൻഡ് ചെയ്ത IG-ക്ക് ഒരു മേജർ പെനാൽറ്റിയോട്ട് പോകാൻ വളരെ ഈസിയാണ്. അത് ഡിസിപ്ലിൻ പ്രൊസീഡിങ്സിനകത്ത് കിടപ്പുണ്ട്. അവരെ റിമൂവ് ചെയ്യാം, കമ്പൽസറി റിട്ടയർമെൻറ്റ് കൊടുക്കാം, അവരെ ഡിസ്മിസ് ചെയ്യാം. 3-4 വകുപ്പ് അതിനകത്ത് പറയുന്നുണ്ട്. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോയി ജോലിക്ക് പോകാം. ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ജോലിക്ക് പോകാൻ ഒക്കില്ല, വേറെ സർക്കാർ ജോലി ലഭിക്കില്ല. അതുപോലെ തന്നെ പെനാൽറ്റി കൊടുക്കാനും ബാധ്യസ്ഥരാകും. ആ കാര്യത്തിനെ പറ്റിയും തീരുമാനം ഉണ്ടാകേണ്ടി വരും. അവരെ നിന്ന് പെനാൽറ്റി ഈടാക്കേണ്ടി വരും. ആ പെനാൽറ്റി ആ മർദ്ദനമേറ്റ ആൾക്കാർക്ക് അവർക്ക് സാമ്പത്തികമായി സഹായിക്കേണ്ടി വരും, അല്ലെങ്കിൽ സർക്കാർ കൊടുക്കേണ്ടി വരും. അത് കണക്കാക്കിയിട്ടായിരിക്കും പല കേസിനകത്തും ഒരു കുഴ എന്നുള്ള ഒരു തീരുമാനം മേലുദ്യോഗസ്ഥർ എടുക്കുക. അതല്ല, അതൊന്നും സർക്കാരിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എത്ര വേണേലും കോമ്പൻസേഷൻ സർക്കാർ കൊടുക്കും, കൊടുത്തല്ലേ പറ്റുള്ളൂ. നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് പോലീസുകാർ സർക്കാരിനെ രക്ഷിക്കണം. കാരണം സർക്കാരല്ലല്ലോ അതിൻ്റെ കുറ്റക്കാർ. ഇങ്ങനെ ഒരു വ്യതിചലിച്ച് പോകുന്നവരെ ശിക്ഷിക്കാൻ സർക്കാരുണ്ട്. അപ്പോൾ ആ നടപടി വരും. അതിന് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ, ഏത് സർക്കാർ UDF ആയാലും LDF ആയാലും ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. കാരണം സർക്കാരിനെ നിലനിർത്തുന്ന ഇമേജ് അതിനെ കൂട്ടിക്കൊണ്ട് വരുന്നതെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കടമയാണ്. അവരുടെ പ്രവൃത്തി മൂലം തന്നെയാണ് സർക്കാരിൻ്റെ ഇമേജ് നശിക്കുന്നതും ഡാമേജ് ആകുന്നതൊക്കെ. സർ, നമ്മളുൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കേരള പോലീസിനെതിരെ ഉയർത്തുന്നുണ്ട്. എല്ലാ പോലീസുകാരെയുമല്ല, കാക്കിക്കുള്ളിലെ ക്രിമിനലുകളെ മാത്രമാണ് നമ്മൾ വിമർശിക്കുന്നത്. സാറും ആ രീതിയിൽ തന്നെയാണ് അഭിപ്രായം പറയുന്നത്. ഞാൻ ചെയ്യുന്ന വീഡിയോയിലും അത്തരത്തിലാണ് പറയുന്നത്. ഒരു കാരണവശാലും നല്ല പോലീസുകാരെ, നന്നായിട്ട് ജനങ്ങളോട് പെരുമാറുന്ന പോലീസുകാരെ വിമർശിക്കാറില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നത് പോലും അവരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുമെന്നാണ് ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നത്. ശരിക്കും പോലീസിൽ ശുദ്ധികലശം നല്ലതല്ലേ? അവരുടെ ആത്മവിശ്വാസവും താഴോട്ട് പോവില്ല. കാരണം ആത്മവിശ്വാസം കൂടും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വൃത്തികേട് കാണിക്കുന്നവനെ പിരിച്ചുവിടും എന്ന് പൊതുജനങ്ങൾക്ക് ധാരണ വന്നാൽ പോലീസിനെ വിശ്വസിക്കും. പോലീസിൻ്റെ നടപടിയിലോട്ട് കൂടുതൽ ആൾക്കാർ വരും രംഗത്ത്. പോലീസിന് അതുപോലൊരു പെരുമാറ്റം അവരിൽ നിന്ന് ലഭിക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ധാരാളം പേര് ദുഃഖിച്ച് വീട്ടിൽ നിന്നിരിക്കുന്നു. പോലീസിൻ്റെ തല്ല് കിട്ടിയത് നീതി തെറ്റായ രീതിയിൽ പൈസയും വാങ്ങിച്ചിട്ട് വേറെ ആ കേസിനകത്ത് നീതി നടപ്പാക്കേണ്ട പോലീസ് ഇത് മറുകണ്ഠം ചാടി അവർക്ക് നീതി കൊടുക്കാതെ വളരെയധികം ആൾക്കാർ ദുഃഖിക്കുന്നത് എനിക്കറിയാം. അതുപോലെ ഇപ്പോൾ ഒരു ബാങ്ക് ഓഫീസറെ നമ്മൾ കണ്ടല്ലോ. ഒരു ബാങ്കിന് റിട്ടയർ ചെയ്ത ഒരു ഓഫീസറാണ്. ഒരു പിന്നോക്ക ജാതിക്കാരനാണ്. അയാളെ ബൂട്ടിട്ട് ചവിട്ടി. അയാൾ ഒരു കുറ്റവും ചെയ്തില്ല. അയാളുടെ കൂടെ അയാളുടെ ആ ജാതി തന്നെയുള്ളവരെ ഒരു പ്രശ്നം റെപ്രസെൻ്റ് ചെയ്യാൻ വന്നയാളാണ്. അപ്പോൾ അതിനോടൊന്നും നമുക്ക് യോജിക്കാനും കഴിയത്തില്ല, ക്ഷമിക്കാനും കഴിയില്ല. ആ ചെയ്ത ബൂട്ടിട്ട ചവിട്ടിയ ആ ഉദ്യോഗസ്ഥൻ അന്ന് SIO CA കണ്ടായിരുന്നു. അയാളിപ്പം DYSP ആയിട്ടുണ്ട്. അയാളെ പിരിച്ചുവിടുന്നതിന് കാരണം അത് പിന്നോക്കാവസ്ഥ ഉള്ള അത് ഇപ്പം ചാനലിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അത് എത്ര ഉന്നതനായാലും ശരി അവരെ പിരിച്ചുവിട്ടേ പറ്റുള്ളൂ. അത് ഒരു ADGP ആയാലും ശരി, ഒരു DGP ആയാലും ശരി, ഒരു ബ്ലാക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ IPS ഉദ്യോഗസ്ഥനായാലും IAS ഉദ്യോഗസ്ഥനായാലും ശരി അവരെ പിരിച്ചുവിടാനുള്ള നടപടി ഉണ്ട്. പൊതുജനങ്ങൾക്കും പോകണം. കാരണം IPS IAS ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് വരുന്നവർക്ക് അവരുടെ ഒരു ആക്ട് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആക്ട് ഉണ്ട്. അതനുസരിച്ച് പൊതുജനങ്ങൾക്ക് അയാളെ ഇതുപോലെയുള്ള ആളെ പിരിച്ചുവിടാൻ അവിടെയും സെൻട്രൽ ഗവൺമെൻറ്റിലും പരാതി കൊടുക്കാം. ഈ കേരള പോലീസിൽ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൽ IAS IPSകാർ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ടും കൊടുക്കാം. കാരണം ഞാൻ അടുത്ത കാലത്ത് പൂനെയിൽ കണ്ടല്ലോ ഒരു IASകാരിയെ. അവരുടെ പിതാവ് ഒരു IASകാരനായിരുന്നു, അവൾ ഒരു IASകാരിയായിരുന്നു. വളരെ മോശമായിട്ടും മ്ലേച്ഛമായിട്ടും പെരുമാറി അവർ അനധികൃതമായ പല കാര്യങ്ങളും അവർ ചെയ്തു. അവരെ ഇപ്പം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പിരിച്ചുവിട്ടു. കാരണം അതിന് നമുക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ഒരു IASകാരിയാണ് അല്ല IPSകാരിയാണെന്ന് സർവജ്ഞപീഠം കരുതിയെന്ന് അവരും കരുതണ്ട. പൊതുജനങ്ങൾ അങ്ങനെ ചിന്തിക്കുകയും വേണ്ടതാണ് ഞാൻ പറയുന്നത്. നമുക്ക് കൊടുക്കാൻ അവകാശമുണ്ട്. കേരള പോലീസിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കാം, ഇല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാം. അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അത് കംപ്ലയിൻറ്റ് കൊടുക്കാം. ഇവിടെ DGP ആയാലും ശരി, ADGP ആയാലും ശരി
ചീഫ് സെക്രട്ടറി ആണെങ്കിലും ശരി, അഡീഷണൽ ചീഫ് സെക്രട്ടറി പരാതി അവർക്കെതിരായിട്ടും കൊടുക്കുന്നതിന് വ്യവസ്ഥ ഇന്ത്യയിലുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കിക്കോളൂ.